അമ്മേ, അമ്മയോടൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്താ മോനെ? അമ്മയുടെ മരുമോൾക്ക് വിശേഷമുണ്ട്. 2 മാസം ഗർഭിണിയാണമ്മേ. ആണോ? നിന്നോടേ എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്താണമ്മേ? ഇതാ, നമ്മുടെ മാളു, നിന്റെ അനിയത്തിക്ക് വിശേഷമുണ്ടെന്ന് അരുൺ കുറച്ചു മുന്നേ വിളിച്ചിരുന്നു. ആണോ അമ്മേ? ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് നാളെ തന്നെ അവൾ ഇവിടെ കൊണ്ടാക്കാൻ. നമ്മള് വേണ്ടേടാ ഇതൊക്കെ ശ്രദ്ധിക്കാൻ. ഇതിപ്പോ ഡബിൾ സന്തോഷമായല്ലോ. അവളെ ഇനി പ്രസവം കഴിഞ്ഞാൽ ഞാനങ്ങ് വിടുന്നുള്ളൂ. അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എനിക്ക് വെച്ചുണ്ടാക്കി കൊടുക്കണം. നമ്മുടെ മാളുവിന്റെ ആദ്യത്തെ പ്രസവം അല്ലേടാ, നമ്മളല്ലേ അത് നോക്കേണ്ടത്. ആണോ? എങ്കിൽ ഞാൻ മീനാക്ഷിനെ അവളുടെ വീട്ടിൽ കൊണ്ടുവിടാം. അവർക്കും ആഗ്രഹം കാണില്ലേ അവളെ നല്ലപോലെ നോക്കാൻ. ഇവളെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഇവളിവിടുന്ന് പോയി ഇവിടുത്തെ പണിയൊക്കെ ആര് ചെയ്യും? ആ, വഴിയുണ്ട്. എടാ മോനെ, ഇവളുടെ നാട്ടിലൊരു നല്ല ഹോസ്പിറ്റൽ എങ്കിലും ഉണ്ടോ? നീ അങ്ങോട്ടേക്കൊന്നും പറഞ്ഞയക്കണ്ട. അവള് തൽക്കാലം ഇവിടെ നിക്കട്ടെ. ഇവിടെ ആകുമ്പോ നമ്മുടെ ഒരു കെയർ ഒക്കെ കിട്ടുമല്ലോ. അമ്മ പറഞ്ഞത് ശരിയാ. അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. പിന്നെ ഞാൻ ഓഫീസിലോട്ട് ഇറങ്ങിയേക്കുവാ. ചെല്ലട്ടെ? ശരി മോനെ, മോൻ പോയിട്ട് വാ. ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ ഒന്ന് നിന്നേ. നീ ചെന്നേ ഡ്രസ്സൊക്കെ മാറിയിട്ടിട്ട് വേഗം വന്ന് അടുക്കളയിലോട്ട് കയറ്. ഉച്ചത്തേനെ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അല്ലമ്മേ, എനിക്ക് കുറച്ചു നേരം കിടക്കണായിരുന്നു. നല്ല ക്ഷീണമുണ്ട്. ആഹാ, ഞാൻ രണ്ട് പെറ്റതാ. ഇപ്പൊ ഈ ക്ഷീണമൊക്കെ തോന്നും. ക്ഷീണം തോന്നിയെന്ന് പറഞ്ഞ ഏതു നേരം റെസ്റ്റ് എടുക്കാൻ നിന്നാലേ ക്ഷീണം കൂടത്തേ ഉള്ളൂ. ഒരു കുഴപ്പവും ഇല്ല. വേഗം ചെന്ന് ഡ്രസ്സ് മാറിയിട്ട് അടുക്കളയിലോട്ട് കയറാൻ നോക്ക്. അവളുടെ ഒരു ക്ഷീണം അതും പറഞ്ഞ് ഇനി ഇപ്പൊ മടി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പണിയെടുക്കുന്നേ. ശരി അമ്മ. മോളെ, ഈ പഴം അങ്ങ് കഴിച്ചേ. ഡെയിലി ഓരോ പഴം കഴിക്കണം എന്നാ ഡോക്ടർമാര് പറയുന്നേ. എങ്കിലേ നല്ല ആരോഗ്യമുള്ള കുഞ്ഞ് ജനിക്കത്തുള്ളൂ. മൊത്തം കഴിച്ചേ. അമ്മ മീനാക്ഷിക്ക് കൊടുത്തായിരുന്നോ? നീ അവളുടെ കാര്യം നോക്കണ്ട, നീ നിന്റെ കാര്യം നോക്ക്. അവൾക്കല്ലേലും ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ നോക്കിയിട്ട് അവൾക്ക് ഒരു ക്ഷീണവും കാണുന്നില്ല. അല്ലമ്മേ, അവളും എന്നെ പോലെ ഒരു ഗർഭിണിയല്ലേ, അവൾക്ക് ഇതൊക്കെ ആവശ്യമുള്ളതല്ലേ. അവൾക്കേ പഴം കഴിച്ചിട്ടുള്ള ഗുണങ്ങളൊന്നും വേണ്ട. നീയാ എന്റെ മകള്, അല്ലാതെ അവളല്ല. എനിക്ക് അവളെ ഇനി കാണാനും വയ്യ. അങ്ങനെ ഇത് മുഴുവൻ കഴിച്ചിട്ടിരുന്ന് റെസ്റ്റ് എടുക്ക. എന്തെങ്കിലും വേണമെങ്കിൽ അമ്മേനെ വിളിച്ചാൽ മതി കേട്ടോ. നീ വേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ചു കൂട്ടണ്ട ഇനി. ശരി അമ്മേ. എന്തായി? വല്ലതുമൊക്കെ നടക്കുവോ? ഉച്ചക്കത്തേനുള്ള കറികളൊക്കെ ആയി അമ്മേ. നീ ഉച്ചക്കത്തേനുള്ള അരി ഇട്ടോ? അമ്മേ, ചോറ് അമ്മ ഉണ്ടാക്കാവോ അമ്മേ? എനിക്ക് ചോറിന്റെ മണം അടിക്കുമ്പം ഛർദിക്കാൻ വരുന്നു. ഓ നാശം, നിനക്ക് എപ്പ നോക്കിയാലും ഛർദിയാ. നിനക്ക് എന്ത് കണ്ടാലാ ഛർദിക്കാൻ വരാത്തത്? നിന്നെ പോലെ ഒരു പെങ്കൊച്ചല്ലേടി ആ മാളു. അവൾക്ക് ഒരു കുഴപ്പവും ഇല്ലല്ലോ. നിനക്ക് പണിയൊന്നും എടുക്കാൻ വയ്യ. അതിന്റെ അടവല്ലേ നീ ഇപ്പൊ കാണിക്കുന്നേ. ഈ ലോകത്തെങ്ങും ആരും ഗർഭിണിയായിട്ടുമില്ല, പ്രസവിച്ചിട്ടുമില്ല. അല്ലമ്മേ, ശരിക്കും എനിക്ക് സ്മെല്ല് പിടിക്കാഞ്ഞിട്ടാ. ഞാൻ എന്തിനാ അമ്മയോട് കള്ളം പറയുന്നേ? ഓ, അവൾക്ക് സ്മെല്ല് പിടിക്കുന്നില്ല പോലും. മാറ്, ഞാൻ ചെയ്തോളാം. അവിടെ എങ്ങനെ പോയി ഇരി. ഇനിയിപ്പൊ അത് മതി. ഇനി ഇവിടെ എങ്ങനെ ഛർദിച്ച് കുളവാക്കി അതും ഞാൻ വേണം തൂക്കാൻ. ഓ, എന്തൊരു കഷ്ടമാ എന്റെ ദൈവമേ. ശരി അമ്മേ. അമ്മേ, എന്താടി? അമ്മ, എനിക്ക് മാമ്പഴപ്പുളിശ്ശേരി കഴിക്കാൻ തോന്നുന്നു. അതിനിപ്പോ ഞാൻ എന്ത് വേണം? നിനക്ക് മാമ്പഴപ്പുളിശ്ശേരി തിന്നാൻ തോന്നുന്നുണ്ടെങ്കില് നിനക്ക് ഈ സമയത്ത് അങ്ങനെ പലതും തോന്നും എന്ന് വെച്ച് എല്ലാം നടക്കണമെന്നുണ്ടോ? അതുമല്ല, ഇപ്പൊ മാമ്പഴം കിട്ടണ സീസൺ ഒന്നുമല്ല. ഈ സീസൺ അല്ലാത്ത സമയത്ത് ഞാൻ എവിടെ നിന്ന് മാമ്പഴം കൊണ്ടുവരാനാ? അവൾക്കൊരു മാമ്പഴപ്പുളിശ്ശേരി തിന്നാൻ തോന്നണം. ശോ, ഈ അമ്മ ഈ മീനാക്ഷിക്ക് ഒന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ല. പാവം മീനാക്ഷി. ആ, ഒരു വഴിയുണ്ട്. അമ്മേ, എന്താ മോളെ? അമ്മ, എനിക്ക് മാമ്പഴപ്പുളിശ്ശേരി കഴിക്കാൻ തോന്നുന്നു. ആണോ മോളെ? അതിനെന്താ, മോൾക്ക് അമ്മ ഉണ്ടാക്കി തരാലോ.
ഇപ്പൊ മാമ്പഴം കിട്ടാനൊന്നുമില്ല. എങ്കിലും അമ്മ എവിടെന്നെങ്കിലും തപ്പിപ്പിടിച്ച് 5-6 മാമ്പഴം മേടിച്ചിട്ട് വരാം കേട്ടോ. മോൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് അമ്മ കറി വെച്ച് തരാമേ. നീ എന്തുവാടി നോക്കി നിൽക്കുന്നേ? നിനക്ക് അപ്പുറത്ത് പണിയൊന്നും ഇല്ലേ? മോള് ചെന്ന് കിടന്നോ കേട്ടോ. അമ്മ വേഗം മാമ്പഴം വാങ്ങിട്ട് വരാം. ശരി അമ്മേ. മോളെ, മോളുടെ തുണി എന്തെങ്കിലും നനച്ചിടാനുണ്ടോ? അമ്മ നനച്ചിടാം. ഞാൻ നനച്ചോളാം അമ്മേ. അയ്യോ, ഈ സമയത്ത് ശരീരം ഒട്ടും അനക്കിക്കൂടാ. എന്റെ ഒരു ചുരിദാർ മാത്രമേ ഉള്ളൂ. ശരി മോളെ, അമ്മ ഇപ്പൊ നനച്ചിടാം. അമ്മേ, എന്താടി? എനിക്കൊരു ചുരിദാർ നനയ്ക്കാനുണ്ടായിരുന്നു. കുനിയുമ്പോഴത്തേനും തല കറങ്ങണു. അമ്മ ഒന്ന് നനച്ചു തരാമോ? അവളുടെ ഒരു തലകറക്കം. നിനക്കിടാനേ തുണിയൊന്നും ഇല്ലെങ്കിൽ നനയ്ക്കാത്ത തുണി എടുത്തങ്ങ് ഇട്ടാ മതി. നിന്റെ തുണി നനച്ചു തരാൻ ഞാനാരാ? നിന്റെ വേലക്കാരിയോ? ഇവളുടെ തുണി നനയ്ക്കണം പോലും. ഇങ്ങനെയുണ്ടോടി ഒരടവ്? പണിയെടുക്കാൻ വയ്യ. ഇതേപോലെ പണിയെടുക്കാത്തൊരു മടിച്ചീനെ ഞാൻ ആദ്യമായിട്ട് കാണുക. തന്നെത്താനെ അങ്ങ് നനച്ചാ മതി. അല്ലമ്മേ, മീനാക്ഷിക്ക് ചിലപ്പോ ഒട്ടും വയ്യാഞ്ഞിട്ടായിരിക്കും. അമ്മയൊന്ന് നനച്ചു കൊടുക്ക്. നീയേ അവൾക്ക് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കണ്ട. ആർക്കൊക്കെ എന്തൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ എന്തെങ്കിലും എടുത്ത് കഴിച്ചിട്ട് ചെന്ന് കിടക്കാൻ നോക്ക്. നീ ആ തറയൊക്കെ ഒന്ന് തൂത്തിട്ടേടി. എന്തൊരു അഴുക്കാടി തറയില്. നിനക്കതൊന്ന് തൂത്തിടണമെന്നൊന്നും ഇല്ല. ഇങ്ങനെയുണ്ടോ ഗർഭിണിയാന്ന് പറഞ്ഞ പണിയെടുക്കാൻ മടി? വേഗം ചൂലെടുത്തോണ്ട് വന്ന് തറയൊക്കെ തൂത്തിട്ടെ. നന്നായിട്ട് പണിയെടുത്താലേ ഒരു ബുദ്ധിമുട്ടും കൂടാതെ കുഞ്ഞിനെ അങ്ങ് കിട്ടത്തുള്ളൂ. അതങ്ങനെ ദേഹം അനങ്ങാതിരുന്നാലേ അതൊന്നും നടക്കത്തില്ല. ചൂലെടുത്ത് നന്നായിട്ട് വൃത്തിക്ക് അങ്ങ് കുനിഞ്ഞങ്ങ് തൂക്ക അങ്ങോട്ട്. ശരി അമ്മ. പണിയെടുക്കാൻ വയ്യ, കഷ്ടം. മീനാക്ഷി, നിന്നോട് ആര് പറഞ്ഞു ഈ പണിയൊക്കെ ചെയ്യാൻ? അയ്യോ, അത് അമ്മ. അയ്യോ, നിന്നോട് ആര് പറഞ്ഞു ഇതൊക്കെ ചെയ്യാൻ? അമ്മ കണ്ടില്ലട മോനെ, സത്യമായിട്ടും. അമ്മ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട, എനിക്കെല്ലാം മനസ്സിലായി. നിനക്ക് എന്തു മനസ്സിലായെന്നാ? ഒന്ന് തറ തുടച്ചെന്നും പറഞ്ഞ ഒന്നും സംഭവിക്കത്തില്ല. നിന്റെ ഭാര്യയ്ക്കാണെങ്കിൽ ഏത് നേരം ക്ഷീണോന്ന് പറഞ്ഞങ്ങ് കടപ്പാ റൂമിനകത്ത് കയറി. മേലാണെങ്കിൽ കുറച്ചൊക്കെ പണിയെടുക്കണം. അമ്മയ്ക്കുണ്ടല്ലോ ഒരു മകള്. അമ്മ എന്താ അവളെ കൊണ്ട് ഇതൊന്നും ചെയ്യിക്കാത്തത്? ആഹാ, മീനാക്ഷിയെ പോലെയാണ് ഇവൾ. ഇവളെന്റെ മോളാ. അമ്മ ഇവളെ മകളെ പോലെ കാണണമെന്നൊന്നും ഞാൻ പറയില്ല. ഒരു മാനുഷിക പരിഗണന ഇവൾക്ക് കൊടുക്കാലോ. ഇവളുടെ വയറ്റിലേ നമ്മുടെ കുടുംബത്തിലെ കുഞ്ഞാണുള്ളത്. അമ്മയ്ക്ക് അതെങ്കിലും ഒന്ന് ചിന്തിക്കായിരുന്നില്ലേ? മീനാക്ഷി, ഇനി ഇവിടെ നിൽക്കണ്ട, വാ നമുക്ക് വേറെ വീട്ടിലോട്ട് പോവാം. അമ്മയോട് ഞാൻ പലതവണ പറഞ്ഞത് കേട്ടാ ഇങ്ങനെയൊന്നും കാണിക്കരുതെന്ന്. അമ്മ എവിടെ കേൾക്കാൻ? ഞാൻ അരുണേട്ടനെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് തന്നെ അരുണേട്ടന്റെ വീട്ടിലോട്ട് പോവാ. അമ്മ ഇവിടെ ഒറ്റയ്ക്ക് എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ. എങ്കിലും അമ്മ പഠിക്കും. അമ്മയുടെ പൊന്നുമക്കളെ, അമ്മേനെ വിട്ട് പോവല്ലേടാ. അമ്മയ്ക്കൊരു തെറ്റ് പറ്റി. ഈ ഒരു വട്ടം അമ്മയോട് ക്ഷമിക്ക്. മോളെ മീനാക്ഷി, നീയെങ്കിലും ഇവരോടൊന്ന് പറ. അമ്മ ഇനി ഒരു വേർതിരിവും കാണിക്കത്തില്ല. ചേട്ടാ, മാളു, എന്തൊക്കെ പറഞ്ഞാലും ഇത് നിങ്ങളുടെ അമ്മയല്ലേ. അമ്മയ്ക്കൊരു തെറ്റ് പറ്റി, അങ്ങ് ക്ഷമിച്ചു കളാ. മാളു, ഒരു തവണത്തേക്ക് ക്ഷമിച്ചു കളാ. സോറി മക്കളെ, അമ്മ ഇനി ഒരിക്കലും പഴയ പോലെ ആവില്ല. അമ്മ രണ്ടുപേർക്കേ മുന്തിരി ജ്യൂസ് എടുക്കാം.